Good morning, all. Morning. Good morning. How are you all? How are you? സുഖമാണ് എല്ലാവർക്കും. ഓക്കെ, we'll wait for few seconds more. Okay. Morning. നോട്ട്സ് എല്ലാം എല്ലാവർക്കും കിട്ടിയില്ലേ? നോട്ട്സ് എല്ലാം എല്ലാവർക്കും കിട്ടിയില്ലേ? Excuse me. Okay, shall we begin? Okay. ഇന്ന് നമ്മൾ കുറച്ച് ഫ്രേസസ് ആണ് അതിന്റെ എങ്ങനെയാണ് യൂസസ്, ഫ്രേസസ് എന്താ മീനിങ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വിൽ ഹാവ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വിൽ ഹാവ്? ഓക്കെ, വിൽ ഹാവ് ഉണ്ടാകും എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. വിൽ ഹാവ്, ഓക്കെ, വിൽ ഹാവ് ഉണ്ടാകും, ഉറപ്പാണ് അല്ലെ? വിൽ ഹാവ്. നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകും, എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. Can you say will have? A class for you. Yes, you will have class tomorrow. നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. You will have class tomorrow. അല്ലെ? You can note it down. Will have ഉണ്ടാകും, ഉറപ്പായിട്ടും അല്ലെ? Sure അല്ലെ? Sure. Okay, you will have class tomorrow. Then നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകില്ല. Then how can we change? നെഗറ്റീവ് ആണ് അല്ലെ? How can we change? നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകില്ല, എങ്ങനെ പറയും? You will have no class tomorrow. Will not have, or we can say what? Will not ന് പകരമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? Won't. Won't. Yes, good. Won't. You won't class tomorrow. You won't have class tomorrow. നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകില്ല. You won't have ഉപയോഗിക്കും അല്ലെ? Will not ന് പകരമായിട്ട് won't ഉപയോഗിക്കുന്നു ഇല്ലേ? Then അവന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും, എങ്ങനെ പറയും? He will have money. Yes, he will have money. Okay, he will have money. അല്ലെ? അവന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും. He will have money. Okay, then. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, എങ്ങനെ പറയും? ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകുമോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകുമോ? ഹൗ ക്യാൻ വി സേ ദാറ്റ്? ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകുമോ, എങ്ങനെ പറയാം? Will you have class tomorrow? Yes, very good. Will we have class tomorrow? Okay, will we have class tomorrow? Very good. It's a question അല്ലെ? ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ ഫസ്റ്റ് ഓക്സിലറി ഉപയോഗിച്ചു. Will we have class tomorrow? Will we have class tomorrow? We can ask. Then അവൾക്ക് ഒഴിവു സമയം ഉണ്ടാകില്ല, എങ്ങനെ പറയും? അവൾക്ക് ഒഴിവു സമയം ഉണ്ടാവില്ല.
She won't have free time. Yes, she won't have free time. ഒഴിവ് സമയം, free time ഉണ്ടാകില്ല. Okay, leisure time you can say. Then she won't have free time. She won't have free time. You can say that. Okay, she won't have free time. നാളെ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകും. ഉണ്ടാകും എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ will have ഉപയോഗിച്ച് പറയുന്നത്. Will have. നാളെ You will have exam tomorrow. Yes, you will have exam tomorrow. നിങ്ങൾക്ക് നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാകും. You will have test paper tomorrow. You will have test paper tomorrow. Only one is reply. Okay, only one. Okay, why not others? Please try to translate or you can text me. Okay, we will have, yes, you will have exam tomorrow. You will have exam tomorrow. Or you can say you will have test paper. Test paper ഉണ്ട്. നിനക്ക് നാളെ test paper ഉണ്ടാകും. You will have test paper tomorrow. You will have test paper tomorrow. Okay, fine. Excuse me. Say something. Okay, the next one will have ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഉണ്ടാകും. It's sure. Okay, will have ഉണ്ടാകും. അല്ലേ? The next one is may have. What is the meaning of may have? ഉണ്ടായേക്കാം. ഉണ്ടായേക്കാം. Very good. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഉണ്ടായേക്കാം. It's a possibility. May ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ may have ഉപയോഗിക്കുന്നത്. Okay. ചിലപ്പോൾ അവളുടെ കയ്യിൽ ക്യാഷ് കാണും. എങ്ങനെ പറയും? She may have the money. Yes, she may have money with her. അല്ലെ, അവളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും. ചിലപ്പോൾ അവളുടെ കയ്യിൽ ക്യാഷ് കാണും. She may have money with her. She may have money with her. അവളുടെ കയ്യിൽ ക്യാഷ് കാണും. ചിലപ്പോൾ അവളുടെ കയ്യിൽ ക്യാഷ് കാണില്ല. എങ്ങനെ പറയാം? She may not have money. Yes, she may not have money. Okay, very good. She may not have money. Amrita, you're saying something? Amrita, please mute. If you want to say, excuse me. Okay, then. ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. എങ്ങനെ പറയും? ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടാകും. You may have class tomorrow. Yes, you may have class tomorrow. Nimi, try. You may have class tomorrow. You may have class tomorrow. Yes, good. Okay, fine. Then must have. What is the meaning of must have? Will have ഉണ്ടാകും. May have ചിലപ്പോൾ ഉണ്ടാകാം. Then must have. What is the meaning of must? ഉണ്ടാവണം. മിക്കവാറും കാണുമായിരിക്കണം, അല്ലെങ്കിൽ എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മീനിങ്ങിലാണ്. അല്ലെ, മിക്കവാറും പോസിബിലിറ്റി കൂടുതലാണ്, എന്തായാലും ഉണ്ടായിരിക്കണം, ഉണ്ടാകും എന്നുള്ളൊരു മീനിങ്ങിലാണ് മസ്റ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അവൾക്ക് അവിടെ പോകാൻ ധൈര്യമില്ലായിരിക്കണം. എങ്ങനെ പറയും? നെഗറ്റീവ് ആണ്. അവൾക്ക് അവിടെ പോകാൻ ധൈര്യമില്ലായിരിക്കണം. She must not have to go. Okay, he must not have courage. Okay, he must not have courage to go there. Okay, അവൾക്ക് ധൈര്യമില്ലായിരിക്കണം, അല്ലെങ്കിൽ ധൈര്യമില്ല അവൾക്ക്. He must not have, she must not have courage with, okay, to go there. അവിടെ പോകാനുള്ള ധൈര്യമില്ല. She must not have, she mustn't have. Must not ന്റെ ഇതാണ് അല്ലെ, contraction of must not is mustn't. Okay, mustn't. Okay, she mustn't have courage to go there, to go that place. അവൾക്ക് അവിടെ പോകാനുള്ള ധൈര്യമില്ല. She mustn't have, അല്ലെ, നെഗറ്റീവ് ഫോം, mustn't have. അവൾക്ക് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. എങ്ങനെ പറയും? സ്വാതന്ത്ര്യം ഇല്ലായിരിക്കണം. അവൾക്ക് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരിക്കണം. She must not have the freedom to go. Yes, she mustn't have
ഫ്രീഡം ടു ഗോ ഔട്ട്, പുറത്തു പോകാനുള്ള ഫ്രീഡം ഇല്ല അല്ലെ, അവൾക്ക് പുറത്തു പോകാനുള്ള ഫ്രീഡം ഇല്ലായിരിക്കണം. ഷി മസ്റ്റ് ഹാവ് ദ ഫ്രീഡം ടു ഗോ ഔട്ട്. ഓക്കെ, ദെൻ അയാൾക്ക് അവളുമായി ബിസിനസ് കാണുമായിരിക്കണം. അയാൾക്ക് അവളുമായി ബിസിനസ് ഉണ്ടായിരിക്കണം. എങ്ങനെ പറയും? അയാൾക്ക് അവളുമായി ബിസിനസ്, ഹി മസ്റ്റ് ഹാവ് ബിസിനസ് വിത്ത് ഹെർ. അവളുമായി ബിസിനസ് ഉണ്ടായിരിക്കണം. ഹി മസ്റ്റ് ഹാവ് ബിസിനസ് വിത്ത് ഹെർ. ഓക്കെ, ഹി മസ്റ്റ് ഹാവ് ബിസിനസ്. ഓക്കെ, okay, fine. The next one is must, should have. Same meaning ആണ്. Must have, should have. ഉണ്ടായിരിക്കണം, വേണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ should have, must have ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നിനക്ക് ധാരാളം സുഹൃത്തുക്കൾ വേണ്ടതാണ്, ഉണ്ടായിരിക്കണം. എങ്ങനെ പറയും? നിനക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. Excuse me. നിനക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. എങ്ങനെ പറയാം? You should have many friends. Yes, you must have or you should have lots of friends. ഉണ്ടായിരിക്കണം, നിനക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. You must have or you should have lots of friends. നിനക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാകണം അല്ലെ, you should have lots of friends. Okay, നിനക്ക് മോശമായ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഓക്കെ, നിനക്ക് മോശമായ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. Excuse me. You mustn't have. Say, you mustn't have. Mustn't or should. Bad friends. Okay, have bad friends. അല്ലെ, മോശം കൂട്ടുകെട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, മോശം കൂട്ടുകാർ ഉണ്ടാകാൻ പാടില്ല. You mustn't have or you shouldn't have. അല്ലെ, will have എന്ന് വെച്ചാല് ഉണ്ടാകും, നമ്മൾ റെഫർ ചെയ്തു. Will have, may have, must have, should have. അല്ലെ, will have ഉണ്ടാകും, നാളെ നിനക്ക് ഉണ്ടായിരിക്കും അല്ലെ, നാളെ നിനക്ക് ഉണ്ടാകും എന്നുള്ളൊരു മീനിങ്ങില്. You must have, you will have class tomorrow. Then may have ചിലപ്പോൾ ഉണ്ടായിരിക്കാം. It's a possibility. It's a possibility. Then must have മിക്കവാറും ഉണ്ടായിരിക്കണം, എന്തായാലും ഉണ്ടായിരിക്കണം അല്ലെ, എന്തായാലും മിക്കവാറും കാണുമായിരിക്കും. You must have. Okay, she must have. അങ്ങനെ ഉപയോഗിക്കുന്നു. Then should have, എന്തായാലും ഉണ്ടായിരിക്കണം, ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മീനിങ്ങിൽ തന്നെ must have, should have ഏകദേശം സിമിലർ യൂസേജ് ആണ്. Must have, should have, ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Next one. Just a second. Then will be able to. What is the meaning of will be able to? Will be able to. What is the meaning of that? What is the meaning of this phrase? സാധിക്കും, നിനക്ക് കഴിയും, സാധിക്കും എന്നുള്ളൊരു മീനിങ്ങിൽ will be able to ഉപയോഗിക്കുന്നു. Will be able to, സാധിക്കും. ഇതൊരു കണ്ടീഷൻ ആണ്, കണ്ടീഷണൽ അല്ലെ, കണ്ടീഷൻ ആണ്. നോക്കിക്കോ, if we start early we will be able to reach there by 5:30. It's a condition അല്ലെ. If we start early, നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ, if we start early we will be able to reach there by 5:30. കഴിയും, സാധിക്കും എന്നുള്ള മീനിങ്ങിൽ നമ്മൾ will be able to ഉപയോഗിക്കുന്നു. Can you give me some examples for this phrase? Can you give me? Make it try. If we start early we will be able to reach there by 5:30. നമ്മൾ വൈകുകയാണെങ്കിൽ പ്രിൻസിപ്പലിനെ കാണാൻ സാധിക്കുകയില്ല. എങ്ങനെ പറയാം?
നമ്മൾ വൈകുകയാണെങ്കിൽ പ്രിൻസിപ്പലിനെ കാണാൻ സാധിക്കുകയില്ല. Can you see? If we are late, If you are late, വൈകുകയാണെങ്കിൽ if we are late, if you are late, we will not able to. yes, very good. We won't be We will able not- to. We will not be able to, or we won't be able to meet Principal. Meet the Principal. meet the principal. Yes, very good. Very good. If we are late, okay, if we are late, we won't be able to meet the principal. We can note it down. If we are late, നമ്മൾ വൈകുകയാണെങ്കിൽ, okay, we won't be able to meet the principal. Principalനെ കണ്ടീഷൻ ആണ് അല്ലെ, if ഉപയോഗിച്ച് വരുന്നു, കണ്ടീഷൻ ആണ്. നമ്മൾ വൈകുകയാണെങ്കിൽ we won't be able to meet the principal. നേരത്തെ പറഞ്ഞത് എന്താണ്? If we start early, നമ്മൾ നേരത്തെ പുറപ്പെടുകയാണെങ്കിൽ അല്ലെ, if we start early, we will be able to reach there by 5:30. നമുക്ക് 5:30 ആകുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റും അല്ലെ, 5:30 അവിടെ എത്തുവാൻ സാധിക്കും എന്നാണ് ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. will be able to ഉപയോഗിക്കുന്നു, will be able to ഉപയോഗിച്ച് പറയുന്നു. ഓക്കെ, ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നല്ലതുപോലെ സംസാരിക്കുവാൻ സാധിക്കും. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം? If you കണ്ടീഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് if അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കുന്നത് നമ്മൾ. If you say, ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ yes, say, try. If you are continuing this kind of practicing, you will be able to speak English fluently within 1 month. Okay, you will be able to speak speak within 1 month. Speak within one month. Within 1 month. If you practice like this, you can say that if you practice like this, you will be able to speak. Okay, within 1 month. Okay, you will speak well within 1 month. You can say that. If you practice like this, nee idepole practice cheyyukanengil, okay, first nammal simple present aanu upayogichadu ketto. If you practice like this, if you practice like this, you will be able to speak well within 1 month. ഒരു മാസത്തിനുള്ളിൽ നിനക്ക് നന്നായി സംസാരിക്കുവാൻ, you can communicate, you will be able to communicate അല്ലെ, you will be able to speak, നന്നായി സംസാരിക്കാൻ സാധിക്കും. Okay, then നീ നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ നിനക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങുവാൻ സാധിക്കും. എങ്ങനെ പറയും? നീ നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ, if you study well, you will be able to get kittum and get first rank, to achieve first rank. Okay, you will be able to achieve first rank. You can say that if you study well. Okay, if you study well, please try. Okay, if you study well, you will be able to achieve first rank. You will be able to get first rank, or you can say you will be able to achieve first rank അല്ലെ, നേടാൻ സാധിക്കും നമുക്ക് പറയാം. Then ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഓക്കെ, തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെ പറയാം? തീർച്ചയായും നിങ്ങൾക്ക് അത് സാധിക്കും. തീർച്ചയായും, sure, you will be able to. Okay, you will be able to എന്ന് പറയാം. നിങ്ങൾക്ക് സാധിക്കും, തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. Sure, you will be able to. നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള മീനിങ്ങിൽ you will be able to എന്ന് പറയും. Then നീ ഈ രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സമയത്ത് എത്തുവാൻ സാധിക്കുകയില്ല.
നീ ഈ രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സമയത്തിന് എത്തുവാൻ സാധിക്കുകയില്ല. എങ്ങനെ പറയാം? If you're walking like this, you won't be able to reach there on time. Yes, very good. If you walk like this, you won't be able to reach there in time. Okay, very good. If you walk like this, we won't be able to reach there on time. Okay, it's good. Then, how can we say, how can we form questions by using will be able to? നിങ്ങൾക്ക് നാളെ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരുവാൻ സാധിക്കും? എങ്ങനെ പറയും? നിങ്ങൾക്ക് നാളെ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരുവാൻ സാധിക്കും? Excuse me, anyone else? Please try. Try, speak. For what time? What time? Yes, good. For what time Yes, good. you will be And able me to? also. Will you be able to? ഒന്നുകൂടി പറയോ? Okay, okay. നിങ്ങൾക്ക് നാളെ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരുവാൻ കഴിയും? For what time you will be able to? You will be able to reach there tomorrow. Yes, come tomorrow or reach tomorrow. എത്തുവാൻ കഴിയും അല്ലെ? എത്തിച്ചേരുവാൻ കഴിയും. You can say that. What time will you be able to come tomorrow? നാളെ എത്ര മണിയാകുമ്പോൾ നിങ്ങൾക്ക് നാളെ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരുവാൻ കഴിയും? ഇവിടെ വരുവാൻ സാധിക്കും? At what time or what time? Okay, what time will you be able to come tomorrow? You can say that. Okay, then ഈ മരത്തിൽ കയറുവാൻ ആർക്ക് കഴിയും? ഈ മരത്തിൽ കയറുവാൻ ആർക്ക് കഴിയും? Anyone else, please try. ആർക്ക് കഴിയും? Please text me also. You can text me. Excuse me. Who will be able to climb the tree? Yes, very good. Who will be able to climb this tree? ഈ ട്രീയിൽ ആർക്ക് കയറുവാൻ സാധിക്കും? Who will be able to climb this tree? Very good. Then next one is may be able to. നമ്മൾ will be able to സാധിക്കുന്ന കണ്ടു അല്ലെ? Will be able to സാധിക്കുന്ന കണ്ടു. Next one is may be able to. What is the meaning of that? ഒരു പക്ഷേ, ചിലപ്പോൾ കഴിയുമായിരിക്കും. ചിലപ്പോൾ കഴിയുമായിരിക്കും. പോസിബിലിറ്റി ആണ് അല്ലെ? ചിലപ്പോൾ. Yes, very good. Who will be able to climb this tree? Okay, idea. It's good. Okay. Then ഒരു പക്ഷേ കഴിയുമായിരിക്കും. May be able to. You can note it down all these meanings. May be able to means ചിലപ്പോൾ കഴിയുമായിരിക്കും, ചിലപ്പോൾ സാധിക്കുമായിരിക്കും. Okay. Then ഒരു പക്ഷേ ഇത് വിശ്വസിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു പക്ഷേ ഇത് വിശ്വസിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. It may not be able to believe. Yes, believe. Okay, you may not be able to believe it. അല്ലെ? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയില്ല. You may not be able to believe this. Okay, then എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ ഒരു പക്ഷേ കഴിയില്ല. May not be able to You may not be able to answering. You may not be able to. Yes, very good. Nimi, say. May not be able to answering to all questions. Yes, very good. To answer all the questions. Okay, fine. You may not be able to. You may not be able to. നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. You may not be able to answer all these questions. You may not be able to answer all these questions. Okay, clear ആണോ? You may not be able to. ഒരു പക്ഷേ കഴിയുമായിരിക്കും അല്ലെ? ഒരു പക്ഷേ ചിലപ്പോൾ കഴിയുമായിരിക്കില്ല. May not be able to. You may not be able to answer all these questions. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. Okay, you may not be able to answer all these questions. Then നേരത്തേതുപോലെ സംസാരിക്കുവാൻ
ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. നേരത്തേതുപോലെ സംസാരിക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. നേരത്തേതുപോലെ. You may not be able to speak Yes, very good. earlier. Able to speak as before. നേരത്തെ പോലെ അല്ലേ? നേരത്തെ പോലെ നിനക്ക് എന്നോട് ചിലപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നേരത്തേതുപോലെ സംസാരിക്കുവാൻ ഒരു പക്ഷേ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. You may not be able to speak as before. You may not be you may not be able to speak as before. Clear ആണോ? You may not be able to speak as before. Is it clear? What about others? It's clear? Okay, ma'am. You are noting down? Note ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഒന്ന് എഴുതി വെക്കണേ. You may not be able to. What is the use of may not be? May be able to. What is the meaning? ഒരു പക്ഷേ കഴിയുമായിരിക്കും, ചിലപ്പോൾ കഴിയുമായിരിക്കും എന്നുള്ള മീനിങ്ങില് may be able to ഉപയോഗിക്കുന്നു. May not be able to നെഗറ്റീവ് ആണ്. May not be able to അല്ലെ, കഴിയുമായിരിക്കില്ല. നിനക്ക് നേരത്തെ പോലെ എന്നോട് സംസാരിക്കാൻ കഴിയുമായിരിക്കില്ല. You may not be able to speak as before. Okay, നിനക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ ഒരുപക്ഷെ കഴിയുമായിരിക്കില്ല. You may not be able to answer all these questions you ask. നീ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഓക്കെ, then ഈ ഗുളിക കഴിച്ചാൽ, യെസ് ഫാത്തിമ, ഈ ഗുളിക കഴിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നന്നായി ഉറങ്ങുവാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ നിനക്ക് നന്നായി ഉറങ്ങുവാൻ കഴിഞ്ഞേക്കും. You may not be able to sleep well. Yes, you may be able to sleep well after taking this tablet. If you take this tablet, you can say this. Okay, you can say like this. Okay, if you take this tablet, if you have this tablet, you may be able to sleep well. Okay, you may be able to sleep well. Okay, instead you can say this also. Then you may be able to sleep well after taking this tablet. ഈ ഗുളിക കഴിച്ചാൽ അല്ലെ, ഒരു പക്ഷേ നിനക്ക് നന്നായി ഉറങ്ങുവാൻ കഴിഞ്ഞേക്കും. ഓക്കെ, ഒരു പക്ഷേ നിനക്ക് നന്നായി, ചിലപ്പോൾ നിനക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലെ, ഉറങ്ങാൻ പറ്റും. ഈ ഗുളിക കഴിച്ചാൽ നിനക്ക് ഉറങ്ങാൻ പറ്റും. You may be able to sleep well after taking this tablet. After taking this tablet, you may be able to sleep well after taking this tablet. ഒരു പക്ഷേ ഇപ്പോൾ നിനക്ക് അവളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞെന്ന് വരില്ല. തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു പക്ഷേ ഇപ്പോൾ നിനക്ക് അവളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞെന്ന് വരില്ല. How can we say that? Excuse me. You may not be able to identify her now. Yes, very good. You may not be able to identify, you can say തിരിച്ചറിയുക, then recognize. Okay, you can say also. Then you may not be able to recognize her now. Okay, recognize, തിരിച്ചറിയുക. Okay, you may not be able to recognize her now. ഇപ്പോൾ നിനക്ക് അവളെ ഒരു പക്ഷേ തിരിച്ചറിയുവാൻ കഴിഞ്ഞെന്ന് വരില്ല. You may not be able to recognize her now. Okay. ഒരു പക്ഷേ നിനക്ക് അവിടെ വരെ നിന്ന് യാത്ര ചെയ്യുവാൻ സാധിക്കില്ലായിരിക്കും. ഒരു പക്ഷേ നിനക്ക് അവിടെ വരെ നിന്ന് യാത്ര ചെയ്യുവാൻ സാധിക്കില്ലായിരിക്കും. എങ്ങനെ പറയാം? ഒരു പക്ഷേ നിനക്ക് അവിടെ വരെ നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. You may not be able to travel by standing. Yes, you may not be able to travel all the way or to stand all the way. നിന്ന് യാത്ര ചെയ്യാൻ അല്ലേ? Okay,
You may not be able to stand all the way. Okay. നിനക്ക് നിന്ന് യാത്ര ചെയ്യുവാൻ സാധിക്കില്ലായിരിക്കും. You may not be able to stand all the way. We can say that. Okay. Clear ആണോ? ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ നമുക്ക്. ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് നമ്മൾ നോക്കിയത് will have ഉണ്ടാകും അല്ലെ, എന്തായാലും ഉണ്ടാകും. നെക്സ്റ്റ് വൺ may have ചിലപ്പോൾ ഉണ്ടാകാം അല്ലെ, ചിലപ്പോൾ ഉണ്ടായിരിക്കും. must have, should have അല്ലെ, എന്തായാലും മിക്കവാറും കാണുമായിരിക്കും, മിക്കവാറും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മീനിങ്ങില് should have, must have ഉപയോഗിച്ച് പറഞ്ഞു. Then next one is will be able to. നമ്മൾ ഡിസ്കസ് ചെയ്തു will be able to, സാധിക്കും, നിനക്ക് കഴിയും അല്ലെ, സാധിക്കും എന്നുള്ള മീനിങ്ങില് നമുക്ക് കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ അല്ലെ, കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് will be able to നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. If you what we say, if we start early we will be able to reach there by 5:30. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ if we start early we will be able to reach there by 5:30. If you are late we won't be able to meet the principal. നമ്മൾ ലേറ്റ് ആകുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ ആണ്, നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പലിനെ അവിടെ കാണാൻ സാധിക്കില്ല. Then if you practice like this, നീ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്ത് സാധിക്കും? be able to speak good. Okay, you'll be able to speak well. Okay, നിനക്ക് നന്നായി സംസാരിക്കാൻ കഴിയും. Then you will be able to, നിനക്ക് സാധിക്കും. Yes, you will be able to, അല്ലെ, നിനക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു മീനിങ്ങില് നമ്മൾ you will be able to പറയുന്നു. If you walk like this, we won't be able to reach there on time. നമ്മൾ കറക്റ്റ്, അതായത് നേരത്തെ നമ്മൾ ഇതേപോലെ നീ നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ടൈമിന് അവിടെ എത്താൻ സാധിക്കുകയില്ല. If you walk like this, we won't be able to, അല്ലെ, സാധിക്കില്ല. won't be able to ഉപയോഗിച്ചു. won't be able to. If you walk like this, we won't be able to reach there on time. The next one, if you study well, you'll be able to get first rank. Okay, good score you could achieve. If you study well, you will be able to achieve good result. അല്ലെ, നല്ല റിസൾട്ട് നേടാൻ സാധിക്കും. What time will you be? Is a question. Okay, what time will you be able to come tomorrow? നിനക്ക് നാളെ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരുവാൻ കഴിയും നാളെ? Okay, what time will you be able to come tomorrow? Then who will be able to climb this tree? അതായത് ആർക്ക് കയറാൻ സാധിക്കും? Who will be able to climb this tree? Who will be able to speak now? ആർക്ക് സംസാരിക്കാൻ കഴിയും? Can you make some examples? Will be able to ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് എക്സ്ട്രാ പറയാമോ? Excuse me, try. Please. If you work hard, you will be able to get a good result. Yes, very good. If you work hard, very good. Can you repeat that? If you work hard, you will be able to get a good result. Yes, you'll be able to get a good result. Is that right? Okay, then very good. Very good. If you work hard, yes, good. Let me say. If you practice like this, you will be able to first prize on dance program. Okay, you will be able to Practice like this. yes, achieve first prize. You will be able to get first prize in dance program. Okay, right. Very good. Then next one is will be. നമ്മൾ ഉപയോഗിച്ച് പറഞ്ഞാണ് will be plus verb plus ing അല്ലെ. നമ്മളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ will be plus verb plus ing ഫോം ഉപയോഗിച്ചത് കണ്ടു അല്ലെ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. I will be waiting for you. അത് നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. I will be waiting for you. will be plus verb plus ing ഫോം. ഞാൻ നിന്നെ കാത്തിരിക്കുന്നതായിരിക്കും അല്ലെ. will be meeting again. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. we will be meeting again. നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. Okay, I will be waiting for you.
Okay, will be waiting for you. Will be ഉപയോഗിച്ച് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് will be plus verb plus ing form ആണ് ഉപയോഗിക്കുന്നത്. will be plus verb plus ing form. ഞാൻ നിന്നെ കാത്തിരിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് പറയുന്നത്? I will be waiting for you. I'll be waiting for you. Yes, I'll be. Then നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. എങ്ങനെ പറയുന്നു? നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. He will be waiting again. Yes, we'll be meeting again. Okay, we'll be meeting again. Okay, then അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. എങ്ങനെ പറയും? അടുത്ത പ്രാവശ്യം നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. I will be taking you next time. I will be taking you next time. ഞാൻ നിന്നെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം, അല്ലെ കൊണ്ടുപോകുന്നതായിരിക്കും. I'll be taking you. Okay, next time. Then നാളെ ഞാൻ നേരത്തെ വരുന്നതായിരിക്കും. I will be coming tomorrow. Yes, I will be coming early tomorrow. ഞാൻ നേരത്തെ വരുന്നതായിരിക്കും. Okay, I will be coming. വരുന്നതായിരിക്കും, പോകുന്നതായിരിക്കും. Okay, I will be going. Okay, then if ഒരു കണ്ടീഷൻ ആണത്, എനിക്ക് ആ ജോലി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു ചെലവ് ചെയ്യുന്നതായിരിക്കും, നല്ല ഒരു ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. If you get that job. If I get that job, very good. If I get that job, I will be I'll be giving you a grand treat. ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. I'll be giving you a grand treat. Okay. Okay, then. Okay. ഇതാണ് then next one, negative form എങ്ങനെ വരും? I won't be. Okay. ഞാൻ ഇനി മേലിൽ ഞാൻ നിന്നോട് മിണ്ടുന്നതല്ല. ഇങ്ങനെ പറയാം. I won't be talking to you again. Okay, I won't be talking to you again. ഞാൻ നിന്നോട് സംസാരിക്കുന്നതായിരിക്കില്ല, അല്ലെ സംസാരിക്കുന്നതല്ല, ഇനി മേലിൽ സംസാരിക്കില്ല. ഓക്കെ, അവിടെ എത്തിയാലുടൻ ഞാൻ നിങ്ങളെ ഫോണിൽ വിളിക്കുന്നതായിരിക്കും. അവിടെ എത്തിയാലുടൻ ഞാൻ നിങ്ങളെ ഫോണിൽ വിളിക്കുന്നതായിരിക്കും. അവിടെ എത്തിയാലുടൻ ഞാൻ നിങ്ങളെ ഫോണിൽ വിളിക്കുന്നതായിരിക്കും. എങ്ങനെ പറയാം? വിളിക്കുന്നതായിരിക്കും. I'll be calling you. I'll be calling you soon after reaching there. അവിടെ എത്തിയാലുടൻ, soon after reaching there. Okay, I'll be calling you right after I reach there. Okay, good. Okay, fine. I'll be calling you. ഞാൻ വിളിക്കുന്നതായിരിക്കും. I'll call you soon after I reach there. You can say that. Okay, you can say that. Okay, fine. Okay, then നീ എന്നെ കാത്തിരിക്കുമോ? എങ്ങനെ ചോദിക്കും? നീ എന്നെ അവിടെ കാത്തിരിക്കുമോ? നീ എന്നെ കാത്തിരിക്കുമോ? Will you be waiting for me? Yes, it's good. Will you wait for me? നീ എന്നെ കാത്തിരിക്കുമോ? അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. Okay, will you wait for me? നീ എന്നെ കാത്തിരിക്കുമോ? Yes, good. Then maybe plus verb plus ing. Next one is will you wait for me? Then maybe plus verb plus ing form ആണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. Maybe she may be waiting for me. അവിടെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അവിടെ അവൾ ഇപ്പോൾ എന്നെ കാത്തിരിക്കുകയായിരിക്കും. എങ്ങനെ പറയാം? maybe plus verb plus ing form ആണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. maybe plus, നേരത്തെ will be plus verb plus ing form, future continuous tense ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. The next one is maybe plus verb plus ing form. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അവൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാകാം, കാത്തിരിക്കുകയായിരിക്കും. എങ്ങനെ പറയും? അവൾ എന്നെ ചിലപ്പോൾ കാത്തിരിക്കുകയായിരിക്കും. She may be waiting for me. Yes, she may be waiting for me. അവൾ എന്നെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ടാകാം, അല്ലെ? ഇപ്പോൾ അവൾ അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെ? She may be waiting for me now. Okay, ഇപ്പോൾ എന്നെ അവൾ അവിടെ കാത്തിരിക്കുകയായിരിക്കാം. Okay, then ഇപ്പോൾ ഒരു പക്ഷേ മഴ പെയ്യുകയായിരിക്കാം. ഇപ്പോൾ ഒരു പക്ഷേ മഴ പെയ്യുകയായിരിക്കാം.
Yes, right now it may be raining. Yes, very good. Right now it may be raining. It might be raining. അങ്ങനെയും പറയാം, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു പക്ഷേ it might be raining there. Doubtful confusion. Might be ഉപയോഗിക്കുന്നത് നമ്മൾ doubtful ആണല്ലേ, doubtful possibility might be ഉപയോഗിക്കാം. Okay, it may be raining there right now. Yes, good. Then അവൾ ഒരു പക്ഷേ കിടന്നുറങ്ങുകയായിരിക്കാം. അവൾ ഒരു പക്ഷേ കിടന്നുറങ്ങുകയായിരിക്കാം. He may be sleeping. He may be sleeping. She may be sleeping. അവൾ ഒരു പക്ഷേ കിടന്നുറങ്ങുകയായിരിക്കാം. She may be sleeping. Okay. ചിലപ്പോൾ അവർ നമ്മെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. She might be sleeping also. Good. Okay, possibility ആണ്. Okay. Then ചിലപ്പോൾ അവർ നമ്മെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. എങ്ങനെ പറയും? ചിലപ്പോൾ അവർ, they may be talking about us. Very good. They may be talking about us. അവർ നമ്മളെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. They may be talking about us. Then ഒരു പക്ഷേ അയാൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കില്ല. ഒരു പക്ഷേ അയാൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കില്ല. He may not be waiting for bus. He may not be waiting for the bus. Okay, he may not be waiting for the bus. അയാൾ ഒരു പക്ഷേ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കില്ല അല്ലെ. അയാൾ അവിടെ നിൽക്കുന്നുണ്ടാകില്ല അല്ലെ, ബസ് കാത്തു നിൽക്കുന്നുണ്ടാവില്ല അല്ലെ. He may not be waiting for the bus. He may not be waiting for the bus. Very good. He may not be waiting for the bus. Okay, doubtful ആണ്, ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് will be ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നതായിരിക്കും. If you promise അല്ലെ, ഒരു പ്രോമിസ് ആണ്, ചെയ്യും എന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ will be ഉപയോഗിച്ച് പറയുന്നു. Will be plus verb plus ing form. Sometimes will be ഉപയോഗിക്കുന്നത് എന്താണ്, മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പ്രൈമറി ഓക്സിലറീസ് ഒക്കെ കണ്ടതുപോലെ ഈ സാമാർ അല്ലെ, അതെല്ലാം നമ്മൾ പ്രൈമറി ഓക്സിലറീസ് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ will be I will be present tomorrow. I'll become, ഞാൻ വരും അല്ലെ, I'll become, ഞാൻ വരും അല്ലെ. അങ്ങനെ കുറെ will be നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ. Here it is used as future continuous tense എങ്ങനെ ഉപയോഗിക്കുന്നു? ഞാൻ അവിടെ ചെയ്യുകയായിരിക്കും, കാത്തിരിക്കുകയായിരിക്കും. ഞാൻ നിന്നെ അവിടെ കാത്തിരിക്കുകയായിരിക്കും. I will be waiting for you അല്ലെ. I will be waiting for you. ഞാൻ നിന്നെ അവിടെ കാത്തിരിക്കുകയായിരിക്കും അല്ലെ. ആ സമയം ഞാൻ അവിടെ ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ will be plus verb plus ing form ഉപയോഗിക്കുന്നത്. I will be waiting for you. Okay. ഞാൻ നാളെ നേരത്തെ, I will be coming early tomorrow. Okay. Okay, fine. Then next one is maybe plus verb plus ing form. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത്? ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ maybe അല്ലെ, ചിലപ്പോൾ ചെയ്യുകയായിരിക്കും. പോസിബിലിറ്റി maybe ഉപയോഗിക്കുന്നത് എപ്പോഴും പോസിബിൾ ആണ്. മൈറ്റ് ബി അതെ ഡൗട്ട്ഫുൾ പോസിബിലിറ്റി ആണെങ്കിൽ മൈറ്റ് ബി ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ റെയിൻ, അതിലും കുറച്ചുകൂടി കൺഫ്യൂഷൻ ആണ്. ഇറ്റ് മേ റെയിൻ മീൻസ് ചിലപ്പോൾ, അതായത് മഴ പെയ്യാൻ സാധ്യത. അതിലും കുറച്ചുകൂടി ഡൗട്ട്ഫുൾ ആണ് ഇറ്റ് മൈറ്റ്. Okay, it might rain soon. Alright, it might rain. Alright, then the next one is maybe plus verb plus ing form ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. She may be waiting for me. അവൾ ചിലപ്പോൾ എന്നെ കാത്തിരിക്കുകയായിരിക്കാം. അവൾ എന്നെ, she may be waiting for me. Maybe plus verb plus ing form വന്നു. Then it may be raining. Okay, right now it may be raining. അവിടെ മഴ പെയ്യുകയായിരിക്കും. ഇപ്പോൾ ഒരു പക്ഷേ അവിടെ പുറത്ത് മഴ പെയ്യുകയായിരിക്കും. Outside, it may be raining outside, I can say. Okay, it may be raining outside. Then he may be sleeping. He may be playing. Okay, ഇപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. May be playing. Okay, then what else? Can you make some examples by using maybe plus verb plus ing? Can you make some examples? ചെയ്യുകയായിരിക്കും. Okay, he may be in the canteen.
Okay, he may be in the candy. She may be cooking in the kitchen. Sorry, she may be cooking. അല്ലെ അവള് കുക്ക് ചെയ്യുകയായിരിക്കാം. He may be reading. He may be attending a meeting. Okay. He may be attending a meeting. Okay, അവൻ അറ്റൻഡ് ചെയ്യുകയായിരിക്കാം. ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുകയായിരിക്കാം. അല്ലെ ചിലപ്പോൾ ചെയ്യുകയായിരിക്കും. അല്ലെ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ മേ ബി പ്ലസ് വെർ പ്ലസ്. He may be drawing. Okay, DRAWING. They may be watching movie. അവര് ചെയ്യുകയായിരിക്കും. They may be watching movie. അവര് മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. She may be reading a book. അല്ലെ she may be reading the book. Okay, she may be reading. അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. May be reading. Okay. Okay, I hope you understand. Clear? Clear ആണോ? Yes. Clear ആണോ? Yes. Then to be. What is the meaning of to be? What is your ambition? ഞാൻ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങളോട് what is your ambition? I want to be. You can say that. അല്ല നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും. You can say that I want to be. എനിക്ക് I want to be a dash. Okay, I want to be what do you want to be? എനിക്ക് എന്താകാനാണ് ആഗ്രഹം? What is your ambition? I want to be a teacher. I want to be a doctor. You can say that I want to be. To be means what? ആകുവാൻ. Okay, to be ആകുവാൻ. I want to be a teacher. അല്ലെ എനിക്കൊരു ടീച്ചർ ആകുവാനാണ് ആഗ്രഹം. അല്ലെ എനിക്കൊരു ടീച്ചർ ആകുവാനാണ് ആഗ്രഹം. What do you want to be? ചോദിക്കുമ്പോൾ നിങ്ങൾ want to be. I want to be a teacher. To be means what? എനിക്ക് ആകുവാൻ എന്നുള്ളൊരു മീനിങ്ങിലാണ് to be ഉപയോഗിക്കുന്നത്. I want to be a teacher. I want to be a doctor. I want to be an engineer. Okay. Okay. The next one is can be. What is the meaning of can be? Can be. എനിക്ക് അങ്ങനെ ആകാൻ പറ്റും. അല്ലെ ആകാൻ പറ്റും. Can be. I can be. Okay, എനിക്ക് അങ്ങനെ പറ്റും. Okay. Then ആകാൻ പറ്റും എന്നുള്ള മീനിങ്ങിലാണ് can be. I want to be a lawyer. Yes, good. I want to be a lawyer. Then ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് if you try ഒരു കണ്ടീഷൻ പറയുമ്പോൾ നമുക്ക് can be ഉപയോഗിക്കാം. If you try, you can be here on time. നീ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെ നീ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ സമയത്ത് വരുവാൻ പറ്റും. You can be reach there on time. You can be reach here on time. ഈ സമയത്ത് ഇവിടെ കറക്റ്റ് ടൈമിന് എത്താൻ സാധിക്കും. If you try, നീ ട്രൈ ചെയ്യുകയാണെങ്കിൽ എത്ര മണിക്ക് നിനക്ക് ഇവിടെ വരുവാൻ പറ്റും ആകാൻ പറ്റും അതായത് ഇവിടെ വരുവാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? എത്ര മണിക്ക് നിനക്ക് ഇവിടെ വരാൻ പറ്റും? What time can you be here? Yes, can you be here? Okay, what time can you be here? നിങ്ങൾക്ക് എത്ര സമയത്ത് ഇവിടെ വരുവാൻ പറ്റും എന്നുള്ളൊരു മീനിങ് കേട്ടോ. എങ്ങനെ എത്ര സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വരുവാൻ പറ്റും? What time can you be here? നിനക്ക് വരാൻ പറ്റും എന്നുള്ളൊരു മീനിങ് ആണ്. What time can you be here? Okay. എനിക്ക് ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് അങ്ങനെ ഒരിക്കലും ആകാൻ പറ്റില്ല. ആകാൻ പറ്റില്ല. I can never be like that anymore. Very good. I can never be. Very good. I can never be like that anymore. I can't be. You can say that. I can't be like that anymore. Can't ഉപയോഗിക്കാം. Then never also. Okay, fine. I can never be like that anymore. Very good. നാളെ 5 മിനിറ്റ് നേരത്തെ ഇവിടെ കാണാൻ പറ്റുമോ? ഇവിടെ നാളെ 5
5 മിനിറ്റ് നേരത്തെ, 5 മിനിറ്റ് നേരത്തെ, നാളെ 5 മിനിറ്റ് നേരത്തെ ഇവിടെ കാണാൻ പറ്റുമോ? Can you be here 5 minutes earlier tomorrow? Can you be here? നിനക്ക് ഇവിടെ ആകാൻ പറ്റുമോ? Can you be here 5 minutes earlier tomorrow? Okay, you can ask. Can you be here? Can you be here 5 minutes earlier tomorrow? Clear ആണോ? Can you be here? You can ask a question. Can you be here? Clear ആണോ? Can be ഉപയോഗിക്കുന്നു. Can be ആകാൻ പറ്റും. Okay, can be ഉപയോഗിച്ച് പറഞ്ഞാൽ can be never be like that anymore. എനിക്ക് അങ്ങനെ ഒരിക്കലും ആകാൻ കഴിയില്ല. I can never behave like that. I can never behave or I can never be written like that. Okay, എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ കഴിയില്ല. Okay, then if you try, you can be here on time. നീ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടെ സമയത്ത് വരുവാൻ സാധിക്കും, ആകുവാൻ സാധിക്കും. Okay, what time can you be here? എത്ര മണിക്ക് നിനക്ക് ഇവിടെ ആകാൻ പറ്റും, ഇവിടെ വരുവാൻ പറ്റും? എത്ര മണിക്ക് നീ? What time can you be here? Okay, താങ്കൾക്ക് എവിടെ കാണാൻ പറ്റും? നിങ്ങൾക്ക് ചോദിക്കാം where can you be? താങ്കൾക്ക്, നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? Where can you be? You can ask. Where can you be? നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? Question. Where can you be? Okay, where can you be? You can ask. Okay. നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുവാൻ പറ്റും. You can be speak English well. You can be speak English well. Okay, you can be speak English well. Okay, you can be very fluent. Fluent ആകാൻ പറ്റും. You can be very fluent in English. You can be very fluent in English. Okay, clear ആണോ? Can be ആകാൻ പറ്റും എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ can be ഉപയോഗിക്കുന്നത്. You can be. Okay, you can be. Okay, can you give me some example by using can be? Can be ഉപയോഗിച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റും? Excuse me. I can be dance. I can be dance. Okay, എനിക്ക് സാധിക്കും എന്നുള്ളൊരു മീനിങ് കേട്ടോ. It can be very cold here in winter. It can be അല്ലെ വളരെ കോൾഡ് ആകും എന്നുള്ളൊരു മീനിങ്. It can be very cold here in winter. Winter ടൈമില് വളരെ കോൾഡ് ആകും. Okay, it can be very cold here in winter. അതായിരിക്കും. I can be angry. എനിക്ക് ആകും അല്ലെ, ഞാൻ ആകും ചിലപ്പോ. ഞാൻ sometimes I'll be angry. I can be. Okay, then that can be the most difficult part. അതാകും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട്. That can be. Okay, okay, that can be the most difficult. ആകും, ആകാൻ പറ്റുന്നുള്ള, ആകും എന്നുള്ളൊരു മീനിങ്ങിലും can be ഉപയോഗിക്കുന്നു. Okay, that can be the most difficult part. Okay, അതായിരിക്കും the most difficult area. That can be. Okay, that can be the most difficult part. Clear ആണോ? That can be. Can be ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. Can be ആകും, ആകാൻ പറ്റുന്നുള്ള ഒരു മീനിങ്ങിൽ can be ഉപയോഗിക്കുന്നു. Clear ആണോ? Excuse me. എനിക്ക് ആകാൻ കഴിയും അല്ലെ, എനിക്ക് ആകാൻ. I can be very angry. Okay, എനിക്ക് ആകാൻ കഴിയും, എനിക്ക് പെട്ടെന്ന്
ദേഷ്യം വരും എന്നുള്ളൊരു മീനിങ് ഇല്ല. ഐ ക്യാൻ ബി വെരി ആംഗ്രി, എനിക്ക് ആകാൻ കഴിയും. ഓക്കെ ഓക്കെ. ഷി ക്യാൻ ബി ടീച്ചിങ്, ഷി ക്യാൻ ബി ടീച്ചിങ് ഹർ സ്റ്റുഡൻസ്. ഐ ക്യാൻ ബി ഡാൻസർ. ഓക്കെ, എനിക്ക് സാധിക്കും എന്നുള്ളൊരു മീനിങ്. ഐ ക്യാൻ ബി ഡാൻസർ, എനിക്ക് ആകാൻ കഴിയും. യെസ്, ഗുഡ്. ഇഫ് ഐ ട്രൈ ഹാർഡ് ഐ ക്യാൻ ബി എ ഗുഡ് സ്പീക്കർ, ഞാനൊരു സ്പീക്കർ ആകാൻ കഴിയും. ഓക്കെ, ക്യാൻ ബി എ ഗുഡ് സ്പീക്കർ, നന്നായിട്ട് സംസാരിക്കുവാൻ കഴിയും, അല്ലെ, നന്നായിട്ട് പ്രാസംഗികനാകാൻ കഴിയും. If I work hard, she can be cooking very well. She can be, yes, good. Okay. She can be cook. She can be teach. She can be teach. She can be. He can be good singer. Yes, good. He can be good singer. He can be a good singer if he try. If he work hard. Okay, if he work hard. If I work hard, I can be a good singer. I can be a good singer ആകാൻ സാധിക്കും. Okay. I can be, he can be a good singer. Yes. Good. Then, it's clear? Can be. Okay, so many phrases we discussed today's class. Okay. If you try hard, I can be speak English. Is good. Very well. If you try hard, I can speak. If I work hard. Yes. If I try hard, I can speak. I can be speak. I can be speak English very well. Okay. Good. Clear? Shall we wind up today's session? Okay. Thank you. Have a nice day to all. Thank you, ma'am. Have a nice day, ma'am. Thank you, dear. Then wait for your next teacher. Okay.